നമസ്കാരം. നമ്മളൊരു കുഞ്ഞിനെ ഇഞ്ചക്ഷൻ വയ്ക്കാൻ ഒരു ഡോക്ടറോ നഴ്സോ ചെല്ലുമ്പോൾ ആ സിറിഞ്ച് കാണുമ്പോൾ തന്നെ കുഞ്ഞ് കരയാൻ തുടങ്ങും അല്ലേ? അത്ര പേടിയാണ് അവന് വേദനയ്ക്ക് അല്ലെങ്കിൽ അവൾക്ക് വേദനയ്ക്ക്. അപ്പോൾ 2 വയസ്സ് മുതൽ ഒരു കുഞ്ഞിനെ സെക്ഷുവലായിട്ട് അസോൾട്ട് ചെയ്യുക, അത് പെനട്രേറ്റ് ചെയ്ത് അതിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വല്ലാത്ത മുറിവുകൾ വരുത്തി എന്ത് വേദനയായിരിക്കും ആ കുട്ടി അനുഭവിക്കുക? എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് കരയാത്തത്? സാധാരണ വാവിട്ട് നിലവിളിക്കേണ്ടതാണ്. ഇതെന്തായിരിക്കും അതിൻ്റെ രഹസ്യം? ഹേമലത മാഡം അതുകൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അനുഭവിക്കില്ല. ഒരു പിച്ചു കൊടുത്ത് നോക്കൂ, അലറി വിളിച്ചായിരിക്കും അവൻ ഓടുക. പിന്നെ എന്താ കുഞ്ഞ് കരയാത്തത്? ഇവിടെ അമ്മയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. എത്ര പ്രാന്തിയായ അമ്മയും തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? തൻ്റെ മാറാപ്പിനുള്ളിൽ കുഞ്ഞുങ്ങളെ കിടത്തിക്കൊണ്ടല്ലേ ഈ ഭിക്ഷയ്ക്ക് നടക്കുന്ന അമ്മമാർ, നോർത്ത് ഇന്ത്യൻസ് വെളിയിൽ കാണുന്നവരും നടക്കുന്നത്. എന്ത് പറ്റി ഈ അമ്മയ്ക്ക്? അതോ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പ്രത്യേക റിലേഷൻസ് ഉണ്ടോ ആ ബന്ധുക്കളുമായിട്ട് കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ? എങ്ങനെ പറ്റി? ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പാർട്ടാണ് ആ കുഞ്ഞിൻ്റെ സെക്സ് ഓർഗൻസ്, അതായത് ലൈംഗിക അവയവങ്ങൾ. വളരെ സെൻസിറ്റീവാണ്, യൂറത്രയും ഒക്കെ. പക്ഷേ അവിടെ ടച്ച് ചെയ്യുമ്പോൾ അവൾക്ക് ചെറിയൊരു പ്ലഷർ കിട്ടും. പക്ഷെ അതിനപ്പുറം അത് ചെയ്ത് അത് പെനട്രേറ്റ് ചെയ്യുകയോ അതിനകത്തേക്ക് കയറിക്കൂടെ ചെയ്യുമ്പോൾ അവൾ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തതാണ്. ഇൻടോളറബിൾ പെയിൻ. അതെങ്ങനെ കുഞ്ഞ് സഹിച്ചു? ഓരോ അമ്മമാരും ഇത് അറിയേണ്ടതാണ്. അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ അമ്മയുടെ അമ്മ, ആ അമ്മൂമ്മ വേണം വളർത്താൻ. ഇല്ലാതെ അച്ഛൻ്റെ വീട്ടിലെ പുരുഷന്മാർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പോവുകയല്ല ചെയ്തത്. ഇതിന് മാക്സിമം മാഡം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. എങ്ങനെയാണെങ്കിലും ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ അതിനു വേണ്ടി നിൽക്കണം. എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, എന്തുകൊണ്ട് കുഞ്ഞിൻ്റെ നിലവിളി ആരും കേട്ടില്ല? എന്തുകൊണ്ട് കേട്ടില്ല? അപ്പോൾ കുഞ്ഞിനെ മയക്കിയോ? ഉറക്കത്തിൽ പോലും കുഞ്ഞ് നിലവിളിക്കും. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? അമ്മയ്ക്കും ആ കൊച്ചച്ഛനും മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് ഇത്. ഒരു മാധ്യമങ്ങളും പറഞ്ഞു കേട്ടില്ല കുഞ്ഞിൻ്റെ നിലവിളിയെപ്പറ്റി. അവൻ്റെ അവയവത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള സെൻസിറ്റീവ് പാർട്സിൽ സൂചികൾ കുത്തിയിറക്കി അവനെ പീഡിപ്പിക്കേണ്ടതാണ് ഈ നരാധമനെ. അപ്പോഴറിയും അതിൻ്റെ വേദന അവൻ. മാതാക്കളെ, എല്ലാ മാതാക്കളോടും ഞാൻ പറയുകയാണ്, അമ്മമാരോട്, കോഴിക്കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ പരുന്ത് റാഞ്ചാതെ നമ്മൾ സൂക്ഷിക്കുന്ന കുഞ്ഞിനെ, വലുതായാലും അവൻ 5 മിനിറ്റ് താമസിച്ചാൽ നമ്മൾ വിഷമിക്കും, വരാൻ താമസിച്ചാൽ അല്ലേ? അതാണ് അമ്മ ഹൃദയം. പിന്നെ നിങ്ങൾക്കില്ലാതെ പോയത് എന്താണ്? എവിടെയാണ് ഇവിടെ വീഴ്ച പറ്റിയത്? എന്താണ് കുഞ്ഞ് കരയാത്തത്?